ഡോക്ടർ മേരി ജോർജ് മാഡം, ആഗോളതലത്തിൽ വൻ തിരിച്ചടികളുടെ നാളുകളാണ് വരാനിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം നീതി ആയോഗ് വ്യക്തമാക്കിയത്. മുണ്ടുമുറുക്കി ഉടുക്കാതെ വയ്യെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയത്. വർദ്ധിക്കുന്ന ഇന്ധനവിലയും പണപ്പെരുപ്പവും രൂപയുടെ മൂല്യത്തകർച്ചയും തൊഴിലില്ലായ്മയും ഏത് വലിയ വിജയിയെയും തളർത്താൻ പോന്നതാണ് എന്ന് ഉറപ്പാണ്. മോദി സർക്കാരിന് കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനോട് കനിവോ കാരുണ്യമോ വലുതായിട്ടുണ്ടാകില്ല എന്നും ഉറപ്പാണ്. സതീഷിനോട് മോദി എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മാഡം ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധി വലിയ വെല്ലുവിളി ആകുമോ സതീശൻ സർക്കാരിന് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ? തീർച്ചയായിട്ടും അത് വലിയ വെല്ലുവിളിയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് ഇപ്പോഴത്തെ ആഗോള അവസ്ഥ, ആഗോള യുദ്ധ അവസ്ഥ, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യയിലെ അവസ്ഥ, അതായത് ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം, യുദ്ധം ഇലക്ഷനൊക്കെ കഴിയുന്ന സംസ്ഥാനങ്ങളിലെ ഇലക്ഷനൊക്കെ കഴിയുന്നവരെ ഗവൺമെൻറ് പാചകവാതകത്തിൻ്റെ വില ഉയർത്തിയില്ല. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പാചകവാതകത്തിൻ്റെ വിലയിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായി. അപ്പോൾ അനങ്ങാതിരുന്നു. ഇന്ധനം നമുക്ക്, അതായത് പെട്രോൾ ഡീസൽ ഒക്കെ ആവശ്യത്തിന് 3 മാസത്തെ ആവശ്യത്തിന് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാമായിരുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ച് ഇതൊരു ആശ്വസിപ്പിക്കൽ മാത്രമാണ്, ഇരുട്ടടി അധികം താമസിയാതെ ഉണ്ടാകുമെന്ന്. അതുപോലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇരുട്ടടി ഉണ്ടായി. ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വർധനവ് വന്നിരിക്കുന്നു. അപ്പോൾ പക്ഷേ നമ്മളിത് ബഹുമാനപ്പെട്ട മോദി ഗവൺമെൻറ്റിനെ അടച്ചു കുറ്റം പറയുന്നതും ശരിയല്ല. കാരണം ഈ അതായത് ശരിക്കും നമ്മുടെ ഡിപ്ലോമസി, നമ്മുടെ നയതന്ത്രത്തിലൊക്കെ, ഈ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്രത്തിലൊക്കെ അല്പസ്വല്പ പിഴവുകൾ പറ്റിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ പിഴവിൻ്റെ പര്യവസാനമായിരുന്നു 50% വരെ താരിഫൊക്കെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ താരിഫ് 50% ഉയർത്തിയത്. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, പിന്നെ അവസാനം അത് താഴ്ത്തി കൊണ്ടുവന്ന് 20%, പിന്നെ അത് 15% കൊണ്ടു. അപ്പോഴേക്കും എടുത്തടിച്ചതുപോലെ അമേരിക്ക, ഇസ്രായേൽ ചേർന്നുള്ള ഇറാൻ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഇറാൻ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ചെറിയ പാർട്ടിയായിട്ട് ഇന്ത്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 1973 ഒപേക് ഫോർമേഷനും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് US-ഉമായിട്ടുണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു. അതിൽ US കരാർ എന്തായിരുന്നു? $ഡോളറിൽ വേണം ഒപേക് രാഷ്ട്രങ്ങൾ അവരുടെ ഇന്ധനം വിൽക്കാൻ. അതിൽ നിന്ന്, ആ തീരുമാനത്തിൽ നിന്ന് മാറിപ്പോയ ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ എങ്ങനെയാണ് അവരുടെ ഇന്ധനം വിറ്റിരുന്നത്? മാറിപ്പോയതിന് ശേഷം അവരുടെ സ്വന്തം കറൻസിയിൽ. അപ്പോൾ ഇന്ത്യ വലിയ തോതിൽ ഇറാനിൽ നിന്ന് ഇന്ധനം വാങ്ങിയിരുന്നു. അത് അവരുടെ കറൻസിയിലാണ്, അമേരിക്കൻ ഡോളറിലല്ല. അപ്പോൾ അമേരിക്കയെ ചൊടിപ്പിക്കാൻ അതൊരു കാരണമാണ്, ഇറാനിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത്. അതുപോലെ നമ്മൾ ഓർക്കണം, നമ്മൾ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങിയിരുന്നു. അത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുൻപും പിൻപും യുദ്ധകാലത്തും അതെങ്ങനെയാണ്? റഷ്യൻ ഡോളറിലാണ് വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയോടും ട്രംപിനാണേ, അല്ലാണ്ട് അമേരിക്കയ്ക്ക് പൊതുവെ റഷ്യയോടോ അല്ലെങ്കിൽ ഇറാനോടോ വിരോധമുണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം, കാരണം അദ്ദേഹം എന്ത് പറഞ്ഞുകൊണ്ടാണ് ഭരണത്തിൽ വന്നത്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അമേരിക്കയെ ഗ്രേറ്റ് ആക്കണമെങ്കിൽ എന്താ വേണ്ടത്? അവരുടെ ഡോളർ സ്ട്രോങ്ങസ്റ്റ് കറൻസി ഇൻ ദ വേൾഡ് ആവണം. സ്ട്രോങ്ങസ്റ്റ് കറൻസി ഇൻ ദ വേൾഡ് ആകണമെങ്കിൽ എന്താ വേണ്ടത്? അന്താരാഷ്ട്ര കൊടുക്കൽ വാങ്ങലുകളെല്ലാം, അതായത് അന്താരാഷ്ട്ര കറൻസി ആയിട്ട് $ഡോളർ അംഗീകരിക്കപ്പെടണം. നമുക്ക് നമ്മുടെ കറൻസി എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലുകൾക്ക് മാധ്യമമാകുന്ന വസ്തുവാണ് നമ്മുടെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര കൊടുക്കൽ വാങ്ങലുകൾക്ക് കറൻസിയായി, മാധ്യമമായി തീരേണ്ടത് അമേരിക്കൻ ഡോളറാണ്. അങ്ങനെ അമേരിക്കൻ കറൻസി, ലോകപ്രശസ്ത കറൻസി, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കറൻസി ആയിട്ട് മാറണമെന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യം. ആ താല്പര്യം ഹനിക്കുന്നതാണ് റഷ്യയിൽ നിന്ന് റഷ്യൻ കറൻസിയിൽ ഇന്ത്യ എണ്ണ വാങ്ങുക, അതുപോലെ ഇന്ത്യൻ കറൻസിയിൽ റഷ്യ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് വാങ്ങുക, അതുപോലെ ഇറാൻ കറൻസിയിൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുക, തിരിച്ച്
ഇറാൻ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ കറൻസിയിൽ, അപ്പോൾ അവിടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നത് അമേരിക്കൻ ഡോളർ അല്ല, അവനവൻ്റെ കറൻസീസാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തെയും ഇന്ത്യയും ഇറാനുമായിട്ടുള്ള വ്യാപാരത്തെയും ഇഷ്ടമില്ലാതിരുന്നത്. ഇതൊക്കെയാണ് ഈ വ്യാപാര യുദ്ധം ഉണ്ടാകാൻ തന്നെ, അതായത് ഈ നമ്മൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര യുദ്ധം. അപ്പോൾ ഓർക്കണം, ട്രംപ് പറഞ്ഞിരുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂടാ, അതായത് 50% താരിഫാക്കി കഴിഞ്ഞപ്പോൾ ആ താരിഫ് കുറയ്ക്കാനായിട്ട് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഉപാധി റഷ്യയിൽ നിന്നുള്ള ഇന്ധനം വാങ്ങൽ കുറയുക. അത് കുറച്ച് കൊണ്ടുവന്ന് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് താരിഫ് കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുകയാണ് ട്രംപും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നയതന്ത്ര പ്രശ്നങ്ങളും അല്ലാതെ അഹങ്കാരവും ഒക്കെയുണ്ട്, അമേരിക്കയുടെ അഹങ്കാരമുണ്ട്. അങ്ങനെ അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഫെഡറൽ റിസർവ്, അതായത് അമേരിക്കയുടെ റിസർവ് ബാങ്ക്, അതാണ് ഫെഡറൽ റിസർവ് അവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് അവിടെയും പ്രൈസ് റൈസ്, വിലക്കയറ്റം, ഈ യുദ്ധം കാരണം വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു, ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു, അവിടെ നിന്ന് പിറുപിറുപ്പുണ്ടാകുന്നു പൊതുജനങ്ങളിൽ നിന്ന്, അതായത് അവരുടെ മടുപ്പ്, അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ സ്വർണത്തിലേക്ക് പോകുന്ന പണം US ഡോളറിലേക്ക്, കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ US ട്രഷറി ബിൽസിലും US ഡോളറിലും ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. കാരണം അത് വളരെ സേഫ് ആയിട്ടുള്ള കറൻസിയാണ്, അതിൻ്റെ വാല്യൂ പെട്ടെന്നൊന്നും താഴേക്ക് പോകില്ലെന്ന് ലോക ജനതയ്ക്ക്, വ്യാപാരികൾക്ക്, വ്യവസായികൾക്ക്, ധനകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ അറിയാം, സ്റ്റോക്ക് മാർക്കറ്റുകൾക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഫെഡറൽ റിസർവ് ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേക്കും ഇന്ന് നോക്ക്, നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ഓഹരി വിപണികളുടെ ഒക്കെ മാറ്റം പോസിറ്റീവാണ്. അതേസമയത്ത് സ്വർണത്തിൻ്റെ വില നെഗറ്റീവാണ്. സ്വർണത്തിൻ്റെ വിലയിൽ വൻ കുറവുണ്ടായിരിക്കുന്നു. കാരണം വെച്ചാൽ എല്ലാ നിക്ഷേപവും സ്വർണത്തിലേക്ക് പോയിരുന്ന ആ സാഹചര്യത്തിന് പെട്ടെന്നൊരു മാറ്റം ഫെഡറൽ റിസർവ് അവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. വല്ല 0.25% ഒക്കെ ആയിരിക്കും വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ അമേരിക്കൻ ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് 0.25 വർദ്ധിച്ചാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് നിക്ഷേപകർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് അപ്പം എന്താണ് ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന ചലനം എന്താണ്? സ്വർണത്തിൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും സ്വർണം വാങ്ങലിൽ ഇന്ത്യ വളരെ മുന്നിലാണ്. രണ്ടാമത്തെ ലാർജസ്റ്റ് ബയറാണ് സ്വർണം. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്, അതുകൊണ്ട് സ്വർണം വാങ്ങൽ കുറയ്ക്കണം, അതുപോലെ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ഇത് രണ്ടുമാണ് അദ്ദേഹം, പിന്നെ വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് രണ്ടുമാണ് വളരെ പരമപ്രധാന അത്യാവശ്യങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കണം. അതുപോലെ ഇന്ത്യ അവിടെ വിൽക്കുമ്പോൾ, വിദേശത്ത് വിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തരും അതിൻ്റെ പിന്നെ പ്രതിഫലം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ കൊടുക്കേണ്ടത് കൂടുതലും നമുക്ക് കിട്ടുന്നത് കുറവുമായിരിക്കുക. അതാണ് അടവ് ശിഷ്ട കമ്മി, വ്യാപാര കമ്മി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിദേശത്ത് നിന്ന് വാങ്ങുന്നതിന് കൊടുക്കേണ്ട മൂല്യത്തേക്കാൾ വളരെ കൂടുതലാണ് വിദേശത്ത് നിന്ന് നമ്മൾ വാങ്ങുന്നതിന് കൊടുക്കേണ്ടത്. അപ്പോൾ അപ്പോൾ ഈ അടവിശിഷ്ട ബാക്കി കൂടിയാൽ എന്താ ചെയ്യേണ്ടത്? അടവിശിഷ്ട ബാക്കി ഇപ്പോൾ ഇന്നലെ അടവിശിഷ്ട ബാക്കി 1.6% GDP-യുടെ 1.6%. അത്ര വലിയ തോതിൽ CAD 3% ആയിരുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ അപ്പോഴാണ് ഗ്ലോബലൈസേഷന് പോയത് 1990-91 കാലഘട്ടത്തിൽ. അപ്പോൾ ഈ അടവിശിഷ്ട ബാക്കി വന്നാൽ അത് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? അത് പരിഹരിക്കാൻ ഒന്നുകിൽ അമേരിക്കൻ ഡോളർ കൊടുക്കണം, അതുമല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കണം. ഓഫ് കോഴ്സ് നമ്മുടെ കമ്മട്ടത്തിൽ 880 ടൺ ഗോൾഡ് സൂക്ഷിച്ചിട്ടുണ്ട്.
പക്ഷെ അതിൽ നിന്ന് ഈ പ്രാവശ്യം ഒരുപാട് സ്വർണം പുറത്തേക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ യുദ്ധം ഇങ്ങനെ ഫെബ്രുവരി 28-ന് തുടങ്ങി ഇതുവരെ നീണ്ടു നിന്ന കാലത്ത്, അതിന് മുൻപ് യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ ആയിട്ട് നമ്മുടെ കമ്മട്ടത്തിൽ നിന്ന് കുറച്ച് സ്വർണം പോയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്നുകിൽ സ്വർണം കൊടുക്കണം ഈ അടവുശിഷ്ട ബാക്കി പരിഹരിക്കാൻ, അതുമല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ കൊടുക്കണം. ഇത് രണ്ടും ഓരോ രാജ്യത്തെ സംബന്ധിച്ചും വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള അസറ്റാണ്. അപ്പോൾ അത് അപ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ വാങ്ങുന്നതെന്നും കൂടി ഓർക്കണം. നമുക്കിപ്പോൾ മരുന്നാണ് വാങ്ങുന്നത് എങ്കിൽ വാങ്ങരുത് എന്ന് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാവില്ല. നമ്മൾ എന്ത് വാങ്ങുന്നത് കുറയ്ക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാൻ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന, വിദേശത്ത് നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും ചെലവുള്ള ഉൽപ്പന്നമാണ് സ്വർണം. ഒന്നാമത്തത് ഏതാണ്? ഇന്ധനം. അതായത് ഇന്ത്യക്ക് ആവശ്യമുള്ള ഇന്ധനത്തിൻ്റെ 80% മുതൽ 90% വരെ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതുപോലെ സ്വർണവും നമ്മൾ ഈ രണ്ടെണ്ണത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് വിദേശത്ത് നിന്ന് വാങ്ങി നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കാൻ കാരണഭൂതരാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഈ പറയപ്പെട്ട ഇന്ധനവും സ്വർണവുമാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു വളരെ നല്ല സെൻസിൽ നമ്മൾ എടുക്കേണ്ടതാണ് സ്വർണം വാങ്ങൽ കുറയ്ക്കുക. കാരണം ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വന്നാൽ അത് നമുക്ക് ഇനിയും ഭാവിയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തുകൊണ്ട് ഭാവിയിലേക്ക് ബുദ്ധിമുട്ട്? യുദ്ധം ഒരു പക്ഷേ നീണ്ടുപോയേക്കാം. നമുക്കറിയാം, ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ച നടന്നു ഇപ്പോൾ. പക്ഷേ അത് ഫലവത്തായ ലക്ഷണമില്ല. അത് ഒരു തീരുമാനത്തിലെത്താതെയാണ് ഇപ്പോൾ ട്രംപ് തിരിച്ചു പോയിരിക്കുന്നത്. അതുപോലെ ഇറാനും ട്രംപും തമ്മിലുണ്ടായ ധാരണകളിലൊന്നും തന്നെ യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തുന്നു എന്ന ഒരു തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ യുദ്ധം നീണ്ടുപോയാൽ, ഹോർമുസ് കടൽ പ്രതിസന്ധി തുടർന്നാൽ എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്? അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ പണപ്പെരുപ്പം, അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ 0.25 ആയിരുന്നു, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഉപഭോക്തൃ വില നിലവാരം 0.25, അതായത് 0.25% കഴിഞ്ഞ ഒക്ടോബറിലെ വില നിലവാരം. അതിപ്പോൾ 3.47 എന്ന തരത്തിലേക്ക് ഓൾ ഇന്ത്യ തലത്തിൽ വില വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഈ ഇന്ധന വർധനയോടുകൂടി ഇനിയും ഉയരും. ഇന്ധനം മാത്രമല്ല, കുക്കിംഗ് ഗ്യാസിൻ്റെ വില വർധന, പെട്രോൾ ഡീസൽ ഇവകളുടെ വില വർധന, ഈ വർധനകൾ കൊണ്ട് തന്നെ അധികം താമസിയാതെ ഇനിയും ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഉപഭോക്തൃ വില നിലവാരം ഉയരാനിടയുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാവുന്ന പ്രതിസന്ധി, അത് കാരണം കൊണ്ട് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതായത് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇനിയും ഉയരുകയാണെങ്കിൽ വീണ്ടും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കാനിടയുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ അത് വലിയ തോതിൽ ബാധിക്കും. കാരണം ഈ 0.25 ആയിരുന്നു ഓൾ ഇന്ത്യ തലത്തിലുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് കേരളത്തിൽ മാത്രം പ്രൈസ് 8.56% ഉപഭോക്തൃ വില നിലവാരം കേരളത്തിൽ. ഓൾ ഇന്ത്യ തലത്തിൽ 0.25 ആയിരിക്കുമ്പോൾ കേരളത്തിൽ 8.56% എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വ്യത്യാസം. കേരളം എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇതൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ഇന്ധനത്തിൻ്റെ വില ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വെഹിക്കിൾ ഡെൻസിറ്റിയാണ്. ഓൾ ഇന്ത്യ തലത്തിലെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 18 വെഹിക്കിൾസ് മാത്രമുള്ളപ്പോൾ കേരളത്തിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ വെഹിക്കിൾ ഡെൻസിറ്റി 466 ആണ്. അപ്പോൾ കേരളത്തിൽ എന്തുമാത്രം ഇന്ധനം വേണ്ടി വരും? ആ ഇന്ധനത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് ഇവിടെ വിലക്കയറ്റം ഉണ്ടാകും. കാരണം വ്യക്തികളെയും സാധന സാമഗ്രികളെയും ഒക്കെയാണ് ഈ പറയപ്പെട്ട ഇന്ധനത്തിൻ്റെ സഹായത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിലക്കയറ്റം അതുകൊണ്ട് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വാങ്ങൽ ഒരു വർഷത്തേക്ക് കുറച്ച് വയ്ക്കുക എന്ന്. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, സ്വർണത്തിന് അക്ഷയ തൃതീയ ദിനത്തിലെ ഈ കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ട സ്വർണം എന്തുമാത്രമാണ്? 1200 കോടിയുടെ സ്വർണമാണ് അക്ഷയ തൃതീയ ദിനത്തിൽ ഇവിടെ വിറ്റഴിക്കപ്പെട്ടത്. അതുപോലെ തന്നെ, അതായത്
33 കിലോഗ്രാം സ്വർണം അക്ഷയ തൃതീയയുടെ ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. അപ്പോൾ അത്രയധികം ഈ രണ്ട് ഉൽപ്പന്നങ്ങളും അത്രയധികം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ എന്താ ചെയ്തത് നരേന്ദ്രമോദി? ഈ ഉപദേശം നൽകുക മാത്രമല്ല ചെയ്തത്, സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി 6% കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് ഇറക്കുമതി ചുങ്കം 15% വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് വളരെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സ്വർണത്തിൻ്റെ ഭ്രാന്ത്, അതായത് പെൺകുട്ടികൾ ഒരു ബാധ്യതയാണെന്ന് തോന്നിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സ്വർണത്തിൻ്റെ ഭ്രാന്താണ്, മലയാളികൾക്കും ഇന്ത്യയിൽ മുഴുവനുമുള്ള. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഈ ചോദ്യത്തിൻ്റെ അന്തസത്തയിലേക്ക് ഞാൻ വരികയാണ്. ഇങ്ങനെ വിലക്കയറ്റം ഓൾ ഇന്ത്യ തലത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും കേരളവും വിലക്കയറ്റത്തിലേക്ക് പോകും. പക്ഷേ ഈ ഉപഭോഗം കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്ധനത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ പോവുകയല്ലേ. 17ഉം 18ഉം അകമ്പടി വാഹനങ്ങളുമായിട്ടൊരു മുഖ്യമന്ത്രി പോയ മന്ത്രിസഭയിലും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇതാ ഇപ്പോൾ അകമ്പടി വാഹനം 2 മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഉപഭോഗം കുറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹമന്ത്രിമാരെയും സ്വാധീനിക്കും. അവരും അധികം അകമ്പടിയും അധികം ഇന്ധന ഉപഭോഗവും ഒന്നുമായി മുൻപോട്ട് പോകില്ല എന്ന് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാനായിട്ട്. ഇനി അതുകൂടാതെ ആ ചോദ്യത്തിൻ്റെ ഉപചോദ്യമായിരുന്നത് എന്താണ്? കേന്ദ്രം നമ്മളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കും? കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്ന പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതായത് പല മാർഗങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ, അതായത് നമുക്ക് കഴിഞ്ഞ 15th ഫിനാൻസ് കമ്മീഷൻ പീരീഡിൽ, അതായത് LDF ഗവൺമെൻറ്, രണ്ടാം LDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് 1.92, അതായത് സെൻട്രൽ പൂളിൽ നിന്ന് കേരളത്തിന് കിട്ടിയിരുന്ന വിഹിതം 1.92% മാത്രമാണ്. അപ്പോൾ അത് ഈ സെൻട്രൽ പൂൾ എത്ര വലുതാണെന്ന് അറിഞ്ഞാലേ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്താ ഈ സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞാൽ? കേന്ദ്ര ഗവൺമെൻറ് പൂൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഈ സെൻട്രൽ പൂളിനെ. എന്തൊക്കെ വരുമാന മാർഗങ്ങളാണ്? പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഈ 4 വളരെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും പൂൾ ചെയ്യുന്നതാണ് സെൻട്രൽ പൂൾ എന്ന് പറയുന്നത്. അതുകൂടാതെയും സെൻട്രൽ ഗവൺമെൻറ് പണം പിരിക്കുന്നുണ്ട്, സെസ് വഴിയും സർചാർജ് വഴിയും. അത് ഈ പൂളിലേക്ക് ചേർക്കുന്നില്ല, അത് സെൻട്രൽ ഗവൺമെൻറ് സ്വന്തം പോക്കറ്റിൽ വെച്ച് ചെലവഴിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഈ ബീഹാറിൽ ഇലക്ഷൻ വന്നപ്പോൾ 10,000 രൂപ വീതം ഓരോ വനിതകൾക്കും വാരി കൊടുക്കുകയൊക്കെ ചെയ്തത് എന്ന് നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ സെസ്സും സർചാർജും കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പോലും അത് അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കാൻ പറ്റാത്ത സത്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ സെൻട്രൽ പൂൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സെൻട്രൽ പൂളിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ബജറ്റിൽ കിട്ടിയത്, കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ്റെ 5 വർഷക്കാലം കിട്ടിയത് 1.92% മാത്രമാണ്. അത് വളരെ കുറവായിരുന്നു. അതേ സമയത്ത് ഈ 16th ഫിനാൻസ് കമ്മീഷൻ അത് 2.4 റേസ് ചെയ്തിട്ടുണ്ട്. അത് ഭൂതോദയമുണ്ടായി സ്വമേധി അങ്ങ് റേസ് ചെയ്തതല്ല. എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഈ അനുഭവമായിരുന്നു. എന്താ ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാൻ കാരണമുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി, റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന പോപ്പുലേഷൻ പോളിസി 1970 മുതൽ, അതാണ് 1970കളിലാണ് ആ പോളിസി ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആ പോളിസി അനുസരിച്ച് പോപ്പുലേഷനെ താഴേക്ക് കൊണ്ടുവന്ന സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. മറിച്ച് ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഉണ്ട് ആ കൂട്ടത്തിൽ. ഒട്ടുമിക്ക വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും പോപ്പുലേഷൻ തളച്ചില്ല, പോപ്പുലേഷൻ ഇഷ്ടം പോലെ ഗ്രോ ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? പോപ്പുലേഷനാണ് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ്, മാനദണ്ഡം. അതുകൊണ്ട് പോപ്പുലേഷൻ വെച്ച് നോക്കിയപ്പോൾ 2011 പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷനൊക്കെ ഒത്തിരി കുറഞ്ഞു, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒത്തിരി കൂടി. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വളരെ കുറഞ്ഞു, നമ്മളെക്കാൾ കുറഞ്ഞു കർണാടകത്തിന്.
വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് കൂടുതലും കിട്ടി. അപ്പോൾ ഇപ്പം നമുക്ക് സമാധാനിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഒത്തുചേർന്ന് പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഒക്കെ ആ പ്രതിഷേധം അറിയിച്ചു. ആ പ്രതിഷേധം അറിയിച്ചതിനനുസരിച്ച് 16th ഫിനാൻസ് കമ്മീഷനെയും ഇക്കാര്യങ്ങളെല്ലാം നന്നായിട്ട് ബോധ്യപ്പെടുത്തി. അതിൻ്റെ ഫലമായിട്ട് 16th ഫിനാൻസ് കമ്മീഷൻ ഈ നോംസിൽ മാറ്റം വരുത്തി. അതായത് പോപ്പുലേഷൻ സെൻസസ് 2011 പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്നതിന് പകരം മാറ്റം വരുത്തിയ നോംസ് അനുസരിച്ച് ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾസ് തയ്യാറാക്കിയപ്പോഴാണ് 2.42% കേരളത്തിൻ്റെ ഷെയർ വർദ്ധിച്ചത്. അപ്പോൾ ആ തരത്തിൽ ഗവൺമെൻറ്റിന് ആശ്വാസം കിട്ടും. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതി 10.90 ആ തരത്തിലായിരുന്നു. സംസ്ഥാനം 10%, കേന്ദ്രം 90%. ആ സ്കീമിനെയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി അതോടൊപ്പം തന്നെ അതിൻ്റെ ഷെയർ 40:60 എന്നാക്കി മാറ്റി. അങ്ങനെയൊക്കെ അതായത് സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കാൻ ഒരുപാട് മാർഗങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇനിയും തുടരും. പക്ഷേ ശക്തമായ ചെറുത്തുനിൽപ്പ് എല്ലാ സംസ്ഥാനങ്ങളും ഒത്തുനിന്ന് ഫെഡറൽ പ്രിൻസിപ്പിൾസിൻ്റെ കഴുത്തറുക്കാതെ മര്യാദയ്ക്ക് പോയാൽ നന്ന് എന്ന പാഠം സ്റ്റാലിൻ പറയുമായിരുന്നു. ഒരുപക്ഷെ വിജയും ഒക്കെ ചേർന്ന് അങ്ങനെ അവരെ ഒരു പാഠം പഠിപ്പിച്ച കേന്ദ്രത്തിന് കേന്ദ്രത്തെ ഒരു പാഠം പഠിപ്പിച്ചാൽ, ശക്തമായി ചേർത്ത് നിന്നാൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം വാങ്ങിയെടുക്കാൻ പറ്റും. അങ്ങനെ എടുത്താൽ മാത്രമേ ആ തരത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ.